ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു നല്ല സീരീസിലെ ഒരു നല്ല ഫോൺ ദാ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. റിയൽമിയുടെ ഫോണുകൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെങ്കിലും അതിൽ നമ്പർ സീരീസ് എസ്പെഷ്യലി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നല്ല ഫോണുകളാണ് അവർ ആ ഒരു സീരീസിൽ ഇറക്കാറ്. കഴിഞ്ഞ തവണ ക്യാമറ അടിപൊളിയാണെന്നുള്ള അപ്രീസിയേഷൻ ആ ഫോണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പവർ പാക്ഡ് ആയ AI പാർട്ടി മെഷീനാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് തന്നിട്ടുണ്ട് ഫോണും കാര്യങ്ങളൊക്കെ. 15 Pro ഉണ്ട്, 15 ഉണ്ട്, പിന്നെ ഒരു TWS ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ ഇതായി കാണുന്നതാണ് റിയൽമി 15 Proയുടെ വലിയ ബോക്സ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെറിയ ബോക്സ് ആയിരിക്കും കിട്ടുക. ഓപ്പൺ ചെയ്യുമ്പോൾ AI പാർട്ടി ഫോൺ എന്നൊക്കെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. താഴേക്ക് നോക്കിയാൽ ഒരു കാർഡ്, AI പാർട്ടി ഫോണും മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു കാർഡ് കാണാം. അത് മാറ്റി വെച്ചാൽ പിന്നെ ഒരു ഷീൽഡ് കൂടി അങ്ങോട്ട് മാറ്റിയാൽ അപ്പോൾ ഇതിനകത്ത് ഫോൺ ഇരിക്കുന്നുണ്ട് റിയൽമി 15 Pro, പിന്നെ ഒരു റിയൽമി ബഡ്സ് T200 എന്ന് പറയുന്ന TWS ഇരിക്കുന്നുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ വലിയ ബോക്സ് നമുക്ക് അങ്ങോട്ട് അടച്ച് മാറ്റി വയ്ക്കാം. സോ അപ്പോൾ ആദ്യം നമുക്ക് 15 Pro അൺബോക്സ് ചെയ്യാം. ഇതാണ് 15 Proയുടെ ബോക്സ്. ഓപ്പൺ ചെയ്തു. മേക്ക് ഇറ്റ് റിയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ബോക്സ്. അതിനകത്ത് കേസ്, ഡോക്യുമെൻറ്റേഷനൊക്കെയാണ്. കേസൊക്കെ നല്ല ക്വാളിറ്റിയാണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതാണ് റിയൽമി 15 Pro എന്ന് പറയുന്ന ഫോൺ. ഓക്കെ, സോ ഫോൺ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കാം. നന്നായിട്ടുണ്ട്. പതിവ് ഡിസൈൻ തന്നെ, വലിയ വ്യത്യസ്തമായിട്ടൊന്നും പറയാനില്ല. എന്തായാലും അത് കൂടാണ്ട് ബോക്സിനകത്ത് വേറെ ചാർജർ, 80 വാട്ടിൻ്റെ ചാർജറുണ്ട്. Type C to A ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് ആ ബോക്സിൽ. ആ ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി റിയൽമി 15 കൂടി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാണ്. ഫോൺ നമുക്ക് നേരെ കയ്യിലോട്ട് എടുക്കാം. ഈ കാണുന്നതാണ് ഫോൺ 15. സെയിം തന്നെയാണ് കേട്ടോ ഡിസൈൻ, യാതൊരു വ്യത്യാസമില്ല. രണ്ടും കൈ പിടിച്ച് കഴിഞ്ഞാൽ മാറിപ്പോകും. അത്രയും പക്ക സെയിമാണ്. ക്വാഡ് കർവ് ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് രണ്ടിലും വരുന്നത്. ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പോൾ ഡിസൈനെ കുറിച്ച് വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഡിസൈനിലേക്ക് നമുക്ക് വരാം, വിശദമായിട്ട് പറയാം. അതിൻ്റെ ബോക്സിലും 80 വാട്ടിൻ്റെ ചാർജർ തന്നെയാണ് ഇരിക്കുന്നത്. ചാർജിങ് കേബിളും കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇയർബഡിൻ്റെ കാര്യം നമുക്ക് അവസാനം പറയാം, അത് അവിടെ ഇരിക്കട്ടെ. സോ അപ്പോൾ ഈ രണ്ട് ഫോണുകൾ നമ്മൾ കയ്യിലെടുത്തിരിക്കുകയാണ്. 15 Proയെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയാം. ഇതിലത്തെ മൊത്തം കാര്യങ്ങളും പറയാം. അതിൻ്റെ കൂടെ അവസാനം ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ ഈസി ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആദ്യം തന്നെ റിയൽമി 15 Pro ഈ ഒരു ഫോൺ 7.69 mm സ്ലിം ആണ്. ഒപ്പം തന്നെ 187 ഗ്രാമിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. സോ ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ റിയർ സൈഡിലെ മെറ്റീരിയൽ നാനോ സ്വീഡ് ലക്ഷറി ബാക്ക് എന്നാണ് പറയുന്നത്. ആൻറ്റി ഫിംഗർ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഒപ്പം തന്നെ IP69 വാട്ടർ റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. സോ വെള്ളമായി പെട്ടെന്ന് അങ്ങനെ കേട് വരുന്നുള്ള പേടിയൊന്നും വേണ്ട. കോഡിംഗ് കൊറലാസ് പ്രൊട്ടക്ഷനൊക്കെയാണ് വരുന്നത്. ഫ്ലോയിങ് സിൽവർ, അതേപോലെ വെൽവെറ്റ് ഗ്രീൻ, സിൽക്ക് പർപ്പിൾ, അങ്ങനെ 3 കളറിലാണ് വരുന്നത്. പിന്നെ ഫോണിന്റെ താഴെ ഡുവൽ നാനോ സിമ്മിന്റെ സ്ലോട്ടാണ് വരുന്നത്. മെയിൻ മൈക്രോഫോൺ, Type C പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ഫ്രണ്ടിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ്, ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പെർഫോമൻസ് ഒക്കെ നൈസ് ആണ്, യാതൊരു ഇഷ്യൂസും ഇല്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. മുകളിലും താഴെ സ്പീക്കറും. നമുക്ക് സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, സെറ്റാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു ഫോണാണ്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസൈനും പോർട്സ് ആൻഡ് ബട്ടൺസും ഒക്കെ. ഫോണിനെ പരിചയപ്പെട്ടല്ലോ. ഏകദേശം ഇതേ സെറ്റപ്പാണ് 15 ബേസ് മോഡലിലേക്ക് വരുമ്പോഴും. യാതൊരു വ്യത്യാസമില്ല. കോഡ് കർവ് ഡിസ്പ്ലേ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെയിം ആണ്. സോ ഞാൻ വെറുതെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 15ന്റെ കളർ മാത്രം വ്യത്യാസമുണ്ട്. ഫ്ലോയിങ് സിൽവർ, സിൽക്ക് പിങ്ക്, വെൽവെറ്റ് ഗ്രീൻ, അങ്ങനെയുള്ള കളറിലാണ് വരുന്നത്. സോ അപ്പോൾ അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഈ ഫോണുകളുടെ ക്യാമറ നോക്കാം. അതായത് 15 Pro നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തേക്ക് ക്യാമറ ഭയങ്കര അഭിപ്രായം നേരിട്ടുള്ള ക്യാമറയാണ്. സോ നേരെ ക്യാമറ സാമ്പിൾ കണ്ടോളൂ. മെയിൻ ക്യാമറ ഇമേജുകളാണ് ഇതായി കാണുന്നത്. അത്യാവശ്യം നല്ല ഫോട്ടോസാണ് കേട്ടോ. ഇത്തവണ മോശമാക്കിയിട്ടില്ല. മെയിൻ ക്യാമറ 50 MB AI ക്യാമറ സെറ്റപ്പാണ്. 50 MB സോണി AI ക്യാമറയാണ് വരുന്നത്. 50 MB വൈഡ് ആംഗിൾ ക്യാമറ EIS അടക്കം വരുന്നുണ്ട്. 50 MB ആണ് ഫ്രണ്ട് ക്യാമറയും, അതും EIS സപ്പോർട്ട് അടക്കമാണ് വരുന്നത്. 4K 60 FPS തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലും മെയിൻ ക്യാമറയിലും ഒക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. സാമ്പിൾസ് അവിടെ സ്ക്രീനിൽ കാണാം. എങ്ങനെയുണ്ടെന്ന് നോക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ വ്യത്യാസമാണല്ലോ. എന്തായാലും ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റിലും ഒക്കെ എടുത്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കുക. സെൽഫി ക്യാമറ ഇമേജുകളും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ. സോ ഫോട്ടോസും ക്യാമറ സാമ്പിൾസും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഫോണിലെന്നുള്ളത് ഇത്തവണത്തെയും ഒരു നല്ല കാര്യമായിട്ട് പറയാം. പിന്നെ ഇത്തവണത്തെ ഒരു വ്യത്യസ്തമായ ചില AI ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന്, ഇതിൽ AI പാർട്ടി മോഡ് എന്ന് പറയുന്നൊരു സംഭവം ഫോട്ടോസിൻ്റെ ഭാഗത്ത് തന്നെ ക്യാമറ UI എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫോട്ടോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ആ ഫോട്ടോയിൽ തന്നെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ പാർട്ടി മോഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട്. അതിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ബാക്കിലുള്ള ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു സ്റ്റാർ കളർ ഷേപ്പിലേക്കൊക്കെ മാറുന്നത് കാണാം. ഈ കാണുന്ന പോലുള്ള ഫോട്ടോകളൊക്കെ എടുക്കാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ ക്യാമറയിൽ തന്നെ താഴെ AI ലാൻഡ്സ്കേപ്പ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ എടുത്താൽ ലാൻഡ്സ്കേപ്പ് കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടുന്ന സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഫോട്ടോസൊക്കെയാണ് റിസൾട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാട്ടോ. ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മറ്റു ചില ഇൻട്രസ്റ്റിംഗ് ആയ ഫീച്ചർ എന്ന് പറയുന്നത് ഫോട്ടോയിൽ ഒരു ജീനി എഡിറ്റിംഗ് വന്നിട്ടുണ്ട്. AI ജീനി അടിപൊളിയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഫോട്ടോ, ജസ്റ്റ് ഒരു ലാൻഡ്സ്കേപ്പ്, ഒരു സാധാരണ ഫോട്ടോ എടുത്തിട്ട് നമ്മളിവിടെ താഴെ AI എഡിറ്റ് ജീനി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഹോൾഡ് ടു സ്പീക്ക് എന്നുണ്ടാവും. മലയാളത്തിൽ പറഞ്ഞാൽ മതി, എന്ത് വേണമെന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇതിപ്പോൾ അതിനെ ഹോൾഡ് ചെയ്തിട്ട്
ഈ ഗ്രൗണ്ടിൽ, ഈ ഫോട്ടോയുടെ ഗ്രൗണ്ടിൽ ഒരു കാറ് വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ ആവശ്യപ്പെടുന്നത് മലയാളത്തിലാണോ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് കാണാം AI ജീനി തിങ്ക് ചെയ്യുന്നു. നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് ആ ഗ്രൗണ്ടിൽ ഇത് അടിപൊളിയായിട്ട് അതിന് മാച്ചിങ് ആവുന്ന തരത്തിലുള്ള ഒരു കാർ, അതിൻ്റെ ഒരു ആംബിയൻസിൽ തന്നെ ആ കാർ അവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ പിക്ചറിൽ തന്നെ നമുക്ക് മുകളിൽ ആകാശത്ത് ഒരു ഫ്ലൈറ്റ് ആണ് വേണ്ടത്, കാർ വേണ്ട, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിൻ്റെ ആകാശത്ത് ഒരു ഫ്ലൈറ്റ് സെറ്റ് ചെയ്യണം. ഇത് ഞാൻ മലയാളത്തിലാണ് പറയുന്നത് കേട്ടോ. മലയാളത്തിൽ പറയുന്നത് അവിടെ മലയാളത്തിൽ തന്നെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ആകാശത്ത് ഫ്ലൈറ്റ് വന്നു. സോ അത് ജീനിയുടെ പ്രത്യേകതയാണ്. പിന്നെ അത് കൂടാതെ ഒരുപാട് AI ഫീച്ചേഴ്സ് വേറെയുണ്ട്. 2-3 നമ്മൾ വെറുതെ നോക്കുകയാണെങ്കിൽ AI ഗ്ലയർ റിമൂവർ, നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുത്ത് തരാൻ എന്തെങ്കിലും ഗ്ലയർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ AI എഡിറ്ററിനകത്ത് കയറിയിട്ട് ഗ്ലയർ റിമൂവർ കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലയറൊക്കെ കളഞ്ഞ് ക്ലിയർ ആക്കി തരും. പിന്നെ AI ഇറേസർ, ഏതെങ്കിലും അൺവാണ്ടഡ് പേഴ്സൺസോ ഒബ്ജക്റ്റൊക്കെ നമ്മുടെ ഫോട്ടോയിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റിയ സാധനം. പിന്നെ AI അൾട്രാ ക്ലാരിറ്റി കൂട്ടണമെങ്കിൽ അതിനുള്ള സംവിധാനം. പിന്നെ അതേപോലെ ബ്ലർനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് കുറച്ച് ബെറ്റർ ആക്കി തരുന്ന സംവിധാനമുണ്ട്. സോ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് എല്ലാതരം ഫോട്ടോയുടെ ഭാഗത്ത് വേണ്ടുന്ന മിനിമം നമ്മൾ കണ്ടുവരാറുള്ള എല്ലാ AI ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാം കൂടി വരച്ച് വരി അവിടെ ഡെമോ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ലൈവ് ഫോട്ടോ അടക്കം എടുക്കാൻ പറ്റും. 2K റെസൊല്യൂഷനിൽ മുകളിൽ ക്യാമറയുടെ മുകളിലായിട്ട് ലൈവ് ഫോട്ടോൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ഫോട്ടോ നമുക്ക് എടുത്ത് വെക്കാം. അതും യൂസ്ഫുൾ ആണ്. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറാസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് വേറെ വിഷയം തോന്നിയില്ല. ഈ പറഞ്ഞ AI ഫീച്ചേഴ്സും എല്ലാം കൂടി കൂട്ടി ചിന്തിക്കുമ്പോൾ നന്നായിട്ടുണ്ട്. 15ലും ഏറെക്കുറെ ഇതേ സെറ്റപ്പാണ്. 50 MP ആണ് മെയിൻ ക്യാമറ വരുന്നത്. അതേപോലെ 8 MP വൈഡ് ആംഗിൾ ക്യാമറ വരുന്നത്. 50 MP ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. പ്രോയിൽ 50 MP തന്നെ ആയിരുന്നു വൈഡ് ആംഗിൾ ക്യാമറ. ഇതിൽ വ്യത്യാസമുണ്ട് കേട്ടോ. എന്നാലും വലിയ വിഷയമൊന്നുമില്ല. ഫോട്ടോസൊക്കെ അത്യാവശ്യം കാണാൻ നല്ല ക്വാളിറ്റിയിലാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് ചെറിയ സാമ്പിളുകളൊക്കെ. അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ തന്നെയാണ്. സോ വലിയ വ്യത്യാസമൊന്നും ഈ ഫോണുകളുടെ കാര്യത്തിൽ പറയാനില്ല എന്ന് സാരം. സോ അപ്പോൾ ക്യാമറയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി പെർഫോമൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫോണുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. 15 പ്രോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പെർഫോമൻസ് കഴിവിലാണ്. സാധാരണ യൂസിനായാലും എന്തിനായാലും ഇവിടെ കാണാം നൈസായിട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വിഷയമില്ല. സ്നാപ്ഡ്രാഗൺ 7 Gen 4 ചിപ്സെറ്റ് ആണ് വരുന്നത്. ആൻഡ്രോയിഡ് സ്കോറൊക്കെ 1.1 മില്യൺ ആണ് വരുന്നത്. AI ഫീച്ചേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. AI ഗെയിമിംഗ് ഫീച്ചേഴ്സ്, നമ്മൾ ഗെയിം കളിക്കാൻ ഒരുങ്ങുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഗെയിമിങ്ങിന് വേണ്ടുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആക്റ്റീവായി വരും. GT ബൂസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബൂസ്റ്റ് ആയിട്ട് തന്നെയാണ് ഗെയിം ഓൺ ആയി വരുന്നത് തന്നെ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് എല്ലാതരം പതിവ് ഫോണുകളിൽ കാണുന്ന പോലെ ഗെയിമിംഗ് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള സംഭവം, അതേപോലെ ഗെയിമിങ്ങിൻ്റെ ഒരുപാട് ഓപ്ഷനുകൾ എല്ലാം വരുന്നുണ്ട്. സോ അതൊക്കെ എനേബിൾ ചെയ്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ 7000 mm ഒരു എയർ ഫ്ലോ VC കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ സ്മൂത്ത് എക്സ്ട്രീം പ്ലസ്സിലാണ് നമുക്ക് ഇതിൽ ഗെയിം കളിക്കാൻ പറ്റുക. അതിലാണ് ഞാൻ ഈ കളിച്ച് കാണിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ പെർഫോമൻസ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇത് വരുന്നത് ആൻഡ്രോയിഡ് 15ലാണ്. Realme UI 6 ആണ് വരുന്നത്. പിന്നെ അതിനകത്ത് വേണ്ടുന്ന എല്ലാതരം AI ഫീച്ചേഴ്സും, അതായത് ഇപ്പോൾ നോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നോട്ട് ഫോർമാറ്റ് ചെയ്യാൻ, പോളിഷ് ചെയ്യാൻ, കണ്ടിന്യൂ റൈറ്റിംഗ്, എലാബറേറ്റ്, ഷോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാതരം നോട്ടിനകത്ത് വേണ്ടുന്ന നോട്ട് അസിസ്റ്റൻ്റ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ സർക്കിൾ ടു സെർച്ച്, നമുക്ക് ഈസി ആയിട്ട് എന്ത് വേണമെങ്കിലും സർക്കിൾ ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ജെമിനൈ സൈഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ ജെമിനൈ വരുന്നുണ്ട്. ജെമിനൈ ലൈവ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അപ്പോൾ അതെല്ലാം ഉപയോഗിക്കാം. സോ അപ്പോൾ അങ്ങനെ വേണ്ടുന്ന എല്ലാതരം ഫീച്ചേഴ്സും ഇതിനകത്ത് നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ Realme UI 6 ആണ്. വേറെ വിഷയങ്ങളൊന്നും കണ്ടില്ല. കുറേ പരസ്യ ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊക്കെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം എന്നുള്ളത് മാത്രമാണ് ഒരു വിഷയം ഞാൻ കണ്ടത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ സെറ്റാണ്. ഇനി Realme 15ലേക്ക് വരുമ്പോൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ Dimensity 7300+ എന്ന് പറയുന്ന പ്രോസറാണ്. പിന്നെ സർക്കിൾ ടു സെർച്ച്, ജെമിനൈ, ആ വക സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അത്യാവശ്യം വേണമെന്ന ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. പെർഫോമൻസിലൊന്നും വേറെ വിഷയങ്ങളില്ല. സാധാരണ യൂസിനൊക്കെ നൈസായിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം ഗെയിമും കാര്യങ്ങൾ കളിക്കാം. ഇതിലും പതിവ് പോലെ ഇഷ്ടം പോലെ പരസ്യ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി ഇത് രണ്ടിൻ്റെ ബാറ്ററി നോക്കിയാൽ രണ്ടിലും 7000 mAh ബാറ്ററിയാണ്. 80 വാട്ടിൻ്റെ ചാർജർ തന്നെയാണ് വരുന്നത്. സോ ചാർജിങ്ങിലൊന്നും വേറെ വിഷയമില്ല. രണ്ടും ടോപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. 7000 mAh ബാറ്ററി ഒക്കെ ഉണ്ട്. ഇവർ പറയുന്നത് ഈ രണ്ട് ഫോണുകളിൽ തിക്നെസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രി സ്ലിമ്മസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് 7000 mAh ടൈറ്റാൻ ബാറ്ററി എന്നാണ്. 7.69 mm തിക്നെസ്സേ വരുന്നുള്ളൂ. എന്നിട്ടാണ് ഈ 7000 mAh ബാറ്ററി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സംഭവം സെറ്റാ. ഇനി ഡിസ്പ്ലേ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. രണ്ടും ടോപ്പ് ലെവൽ ഡിസ്പ്ലേ ആണ്. 6.8 ഇഞ്ച് വരുന്ന 1.5K 144 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. 4D കർവ് പ്ലസ് ഡിസ്പ്ലേ ആണ്. പീക്ക് ബ്രൈറ്റ്നസ് 6500 നിറ്റ്സ് വരുന്നുണ്ട്. PWM ഡിമ്മിംഗ് ആണെങ്കിൽ 4608 ഹെർട്സ് വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളുമാണ്. Realme 15ൽ വരുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. 6.77 ഇഞ്ചാണ്. 1.5K 144 ഹെർട്സിന്റെ AMOLED ആണ്. 4D കർവ് പ്ലസ് തന്നെയാണ്. പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് ആണ്. PWM ഡിമ്മിംഗ് ഒക്കെ 3840 ഹെർട്സ് ആണ്. അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ രണ്ടായാലും ടോപ്പ് ലെവൽ സംഭവങ്ങളാണ്. ഒന്നും പറയാനില്ല. ഇതിനകത്ത് സെറ്റ് ഡിസ്പ്ലേകളാണ്. പിന്നെ Wi-Fi 6, ബ്ലൂടൂത്ത് 5.4 അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. കോളും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, വിഷയങ്ങളൊന്നുമില്ല. നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ്. ഇനി ഈ ഫോണുകളുടെ പ്രൈസ് കൂടി നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പ്രൈസും നല്ല ക്യാമറ ഒക്കെ ഉണ്ടെന്ന് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ 28,990 പ്രോയ്ക്ക് വരുന്നത് ഓഫർ അടക്കം. 15ലേക്ക് വരുമ്പോൾ 23,990 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫർ അടക്കം തന്നെയാണ് കേട്ടോ അത്. സോ അപ്പോൾ ഈ രണ്ടായാലും ഓഫർ അടക്കമുള്ള പ്രൈസ് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയ ഓൾ റൗണ്ടർ ഫോൺ നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ റിയൽമിയുടെ ഫോണുകൾ തന്നെ എടുക്കണം. അത് ഏറ്റവും പുതിയ നമ്പർ സീരീസ് എടുക്കാൻ നോക്കിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല ഒരു ഭാഗത്തും. എല്ലാം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്, വിഷയങ്ങളില്ല. അപ്പോൾ ഇതാണ് ഒരു അൺബോക്സിംഗ് ആയ ഇനീഷ്യൽ ഇംപ്രഷൻ ഈ രണ്ട് ഫോണുകളെക്കുറിച്ച്. ഇനി ഇത് കൂടാതെ TWS ഒരെണ്ണം കൂടിയുണ്ട്. അതിനെ കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് Realme Buds T200 എന്ന് പറയുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് കയ്യിലോട്ട് എടുക്കാം. ഓക്കെ, ആഹാ എന്താ കളർ,
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കളർ? എന്തായാലും നിങ്ങളുടെ ക്ലോസ് റേഞ്ചിൽ കാണാം. ഇങ്ങനെയാണ് ഈ ഒരു റിയൽമി T200 എന്ന് പറയുന്ന ഈ TWSൻ്റെ ഡിസൈൻ വരുന്നത്. 12.4 mm ഡ്രൈവറാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡ്രൈവർ സൈസാണ്. സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഞാൻ കേട്ട് നോക്കി, നല്ല സെറ്റ് സൗണ്ടാണ്, വിഷയമൊന്നുമില്ല. അത്യാവശ്യം നല്ല ബേസൊക്കെ ഉണ്ട്, ഡീസൻ്റാണ്. അല്ലെങ്കിൽ ഇവരുടെ TWSകൾ നല്ലതാണ് കേട്ടോ. 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് വരുന്നത്, അതും നല്ല സെറ്റപ്പാണ്. 50 അവറിൻ്റെ പ്ലേ ബാക്ക് പറയുന്നുണ്ട്. അതുപോലെ IP55 വാട്ടർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. സോ അത്യാവശ്യം വേർപ്പൊക്കെ ആയാലും പെട്ടെന്ന് കംപ്ലൈൻറ്റ് ഒന്നും വരുന്ന അവസ്ഥയില്ല. പിന്നെ ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ ഒരുമിച്ച് കണക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മാറി മാറിയൊക്കെ കോൾ വരുമ്പോൾ എടുക്കുന്ന സംവിധാനമൊക്കെ ഉണ്ട്. ഓവറോൾ ഇതിനകത്ത് ഞാൻ കൂടുതൽ പറഞ്ഞ് വരുന്നില്ല, ഓൾറെഡി 2 ഫോൺ ഇപ്പോൾ തന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇതിലേക്ക് വരുമ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് റിയൽമിയുടെ TWS ഒക്കെ താല്പര്യമാണെങ്കിൽ അത്യാവശ്യം കോൾ ചെയ്യാനും അതേപോലെ പാട്ട് കേൾക്കാനും ഒക്കെ പറ്റിയ നല്ല ഡെപ്തുള്ള നല്ല സൗണ്ട് തരുന്ന നല്ല TWS ആണ് T200. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാത്തിൻ്റെയും പ്രൈസും പർച്ചേസ് ലിങ്കും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. സോ അപ്പോൾ മൊത്തത്തിൽ ഈ ഫോണുകളുടെയും TWSൻ്റെ ഒക്കെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്ന രീതിയിലാണ്. എല്ലാം ഒരു ഓവറോൾ നല്ല ഓൾ റൗണ്ടർ ഫോണുകൾ, അത്യാവശ്യം നല്ല ക്യാമറയുള്ള ഫോണ്, അതേപോലെ തന്നെ സൗണ്ട് ആണെങ്കിലും TWSൻ്റെ കുഴപ്പമില്ല. സോ രണ്ട് സെറ്റ് എല്ലാ സംഭവങ്ങളും നന്നായിരിക്കുന്നു. വേറെ പറയാൻ ന്യൂനതകളൊന്നും ഈ ഫോണുകൾ ഞാനിപ്പോൾ ഈ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ ഈ വീഡിയോയിലേക്ക് നോക്കുമ്പോൾ പറയാനൊന്നും തോന്നിയില്ല. ഉപയോഗിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യാം. ഇപ്പോഴേക്ക് രണ്ടും നന്നായിരിക്കുന്നു. അതാണ് എൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. ഇനി നിങ്ങളുടെ അഭിപ്രായമാണ്, അത് തീർച്ചയായിട്ടും കമൻറ്റിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇത്രയേ ഉള്ളൂ ഈ ഫോണുകളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.